പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണം പ്രളയമാണെന്നാണ് ഒരു പുരോഹിതൻ പറഞ്ഞതെന്നും നമ്മളാരും വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരിട്ട ദുരന്തം, ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇനി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശുദ്ധ മണ്ടത്തരം വിളമ്പി എന്ന് പറഞ്ഞു വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയ പുരോഹിതന്മാരെ കൃത്യമായ രീതിയിൽ വിമർശിക്കുക കൂടി ചെയ്യുകയാണ് മുഖ്യമന്ത്രി. വിവരങ്ങൾ എങ്ങനെ? കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വകുപ്പ് തിരിച്ച് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും അവ വിലയിരുത്തി ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പുരോഗതി, ഇനി ഭാവിയിൽ ചെയ്തു തീർക്കാനുള്ള പ്രവർത്തനങ്ങളുടെ എത്ര ശതമാനമാണ് ബാക്കിയുള്ളത് എന്ന് വകുപ്പ് തിരിച്ച് ഉള്ളതാണ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരാണ് ഈ പുതുമയുള്ള പരിപാടി ആരംഭിച്ചത് തന്നെ. അത് ജനങ്ങളാണ് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്ര ഒരു സർക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പൂർത്തിയാക്കി എന്നറിയാനുള്ള ആ സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായി 2-ാം പിണറായി സർക്കാരിന്റെ 3ാമത്തെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിച്ചത്. വിവിധ മേഖലകളിലെ കാര്യങ്ങൾ, വ്യവസായ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, IT, അങ്ങനെ വിവിധ മേഖലകളിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ, സർക്കാർ നടത്തുന്ന ഊന്നൽ, ലൈഫ് പോലെയുള്ള സർക്കാരിന്റെ, ഇടതു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആയിട്ടുള്ള ലൈഫ് പോലത്തെ പദ്ധതികൾ, വൻകിട പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഇവയെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ സന്തോഷത്തോടെ, അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി 1-ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങളായി ഉണ്ടായിരുന്നു. പക്ഷേ 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ദുരന്തങ്ങളെക്കാൾ വലിയ പ്രതിസന്ധിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നില്ല. അവസാനം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ആ സമീപിച്ചതിന് ശേഷമാണ് സർക്കാരിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതുകൊണ്ട് ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന ആസൂത്രണമാണ് 2-ാം പിണറായി സർക്കാർ ചെയ്യുന്നത്. അതിന് കടമ്പകൾ ഏറെയുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം കേരളം ഒറ്റക്കെട്ടായി നേരിടും. പുതിയ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സമീപനം കേരളത്തിനോട് മാറും എന്നൊരു പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. ഏത് കാര്യത്തിലും ശുഭപ്രതീക്ഷയാണ് നാം വച്ചു പുലർത്തുന്നത്. അല്ല, അങ്ങനെ വിപരീതമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായാലും, പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും, പക്ഷേ നാം തളരില്ല, ഉറച്ചു നിൽക്കും. ഒറ്റക്കെട്ടായി ഒരുമയോടെ കേരളം ഇന്ന് പോരാടും. സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടായിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം ഈ സർക്കാർ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി എടുത്തു പറയാനുള്ളത്, ഈ ഒരു തരത്തിൽ ഉള്ള ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ തന്നെയും ആ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, കേരളത്തിന് കുതിപ്പേകാൻ കഴിയുന്നതാണ് ഈ സർക്കാരിന്റെ പ്രവർത്തന പരിപാടി. അതുകൊണ്ട് ഇനിയും സർക്കാരിന് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്ന് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ പദ്ധതികളുടെ, പ്രവർത്തനങ്ങളുടെയും ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളും ഭാവിയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമാണ് ഉള്ളത്. അഞ്ജന.